അപ്പൊ നമുക്ക് ഇന്ന് അഷ്യൂർ മോണിറ്ററിങ്ങിനെ പറ്റിയെടുക്കാം. നമുക്കിന്ന് അഷ്യൂർ മോണിറ്ററിങ്ങിനെ പറ്റിയെടുക്കാം. നമുക്ക് മോണിറ്ററിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതായത് അഷ്യൂർ എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്, പൊതുവെ നമ്മളിപ്പോൾ ഒരു IT ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ എന്തൊരു സർവീസ് ആണെങ്കിലും എന്തൊരു ആപ്ലിക്കേഷൻ ആണെങ്കിലും എന്ത് ചെയ്യണം, മോണിറ്റർ ചെയ്യണം. ഓക്കെ, മോണിറ്റർ ചെയ്യണം എന്തിനാണ്? കാരണം വെച്ചാൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ സംഭവിച്ചാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നമ്മൾ പറയല്ലോ, ഒരു മുന്നേ കൂട്ടി കുറെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റിയാൽ അത്രയും നല്ലതാണ്. അതായത് ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും സ്റ്റോറേജിന്റെ ഇഷ്യൂനെ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മെമ്മറി ലെസ് അതിനെ കൊണ്ടുള്ള പ്രശ്നങ്ങളോ ഡിസ്കിനകത്ത് സ്പേസ് ഇല്ലാത്ത പ്രശ്നങ്ങളോ അതൊക്കെ നമുക്ക് നമുക്ക് കുറേ സെർവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് മുന്നേ കൂട്ടി അറിഞ്ഞാൽ നല്ലതാണ്. പിന്നീട് നമുക്ക് എന്തെങ്കിലും അതിൻ്റെതായിട്ടുള്ള ആക്ഷൻ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു പിന്നീട് വരാൻ പോകുന്ന ഒരു ഇഷ്യൂവിനെ നമുക്ക് തടുക്കാം. അപ്പം മോണിറ്ററിംഗ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എല്ലാ കമ്പനികളിലും എല്ലാ ഓർഗനൈസേഷൻസിലും എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം കുറെ നേറ്റീവ് ആയിട്ടുള്ള എന്തുണ്ട്, മോണിറ്ററിംഗ് ടൂൾസ് ഉണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ അഷ്യൂർ ആണെങ്കിൽ അഷ്യൂറിനകത്ത് മോണിറ്ററിംഗ് അവർ കൊടുക്കുന്നുണ്ട്. അതേപോലെ AWS ആണെങ്കിൽ AWS അവരുടെ നേറ്റീവ് ആയിട്ടുള്ള കുറച്ച് മോണിറ്ററിംഗ് ടൂൾസ് കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ നമ്മളിപ്പോൾ ബാക്കപ്പിന്റെ പഠിച്ചല്ലോ, ബാക്കപ്പിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ത്, നമുക്ക് അഷ്യൂർ ബാക്കപ്പ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതായത് നമുക്ക് യൂസ് ചെയ്യാം, യൂസ് ചെയ്യാതിരിക്കാം, അത് നമ്മളുടെ ഇഷ്ടമാണ്. നമുക്കിപ്പോൾ ഓൾറെഡി വേറെ ഏതെങ്കിലും കോംവാൾട്ടോ അങ്ങനെ എന്തെങ്കിലും ബാക്കപ്പ് ടൂൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ബാക്കപ്പിന് വേണ്ടി യൂസ് ചെയ്യാം. സിമിലർലി മോണിറ്ററിംഗിന് എന്ത് ചെയ്യാം, നമ്മൾ ഓൾറെഡി വേറെ ഏതെങ്കിലും നമുക്ക് പ്രിഫേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ട്രസ്റ്റ് ആയിട്ടുള്ള വേറെ ഏതെങ്കിലും മോണിറ്ററിംഗ് ടൂൾ നമ്മൾ ഓൾറെഡി പണ്ട് മുതലേ യൂസ് ചെയ്യുന്ന ഒരു കമ്പനി ആണെങ്കിൽ നമുക്ക് അത് തന്നെ യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ എന്ത് യൂസ് ചെയ്യാം, അഷ്യൂർ മോണിറ്ററിംഗ് യൂസ് ചെയ്യാം. ഓക്കെ, അവർ തരുന്നുണ്ട് കുറച്ച് സർവീസസ് ഒക്കെ, കുറെ സർവീസസ് ഒക്കെ അവർ ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. അതുകൂടാണ്ട് ചില കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും സ്റ്റോറിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്ട്രാ സംഭവങ്ങളൊക്കെ വരുമ്പോൾ മാത്രം കുറച്ച് അതിൻ്റെതായ കുറച്ച് ചാർജ് അവർ എടുക്കും. അപ്പോൾ അഷ്യൂർ മോണിറ്ററിംഗിനകത്ത് മേജർലി വരുന്ന കുറച്ച് സെക്ഷൻസ് അല്ലെങ്കിൽ ഏരിയാസ് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് മെട്രിക്സ്, ഞാൻ കാണിച്ചു തരാം. മെട്രിക്സ്, പിന്നെ ഏതാണ്, പിന്നെ നമുക്ക് ആക്ടിവിറ്റി ലോഗ് ഉണ്ട്. ഇതിനകത്ത് എല്ലാം നമ്മൾ കാണേണ്ട ആവശ്യമില്ല, പക്ഷെ ഒരു ഹൈ ലെവലിൽ നിങ്ങൾ എന്താണെന്ന് ജസ്റ്റ് മനസ്സിലാക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഇത് കാണിച്ചു തരുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ഫുഡ് ഡയഗ്നോസ്റ്റിക്സ് എന്ന ഓപ്ഷൻ ഉണ്ട്, പിന്നെന്താണ് അലേർട്ട് ഉണ്ട്, പിന്നെ ലോഗ് അനലിറ്റിക്സ് വർക്ക് സ്പേസ് ഉണ്ട്. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ അഷ്യൂറിനകത്ത് മോണിറ്ററിംഗ് ഏരിയ എന്ന് പറഞ്ഞാൽ കുറച്ച് വലിയതാണ്, അതായത് കുറച്ച് വൈഡാണ്. ഓക്കെ, കുറേ സർവീസസ് കൂടെ ചേർന്നിട്ടുള്ള ഒരു ഏരിയ ആണ് അത് വരുന്നത്. അപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ ഇപ്പം അവർ റീസെന്റ് ഒരു എൻഹാൻസ്മെന്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് മോണിറ്ററിംഗിൽ. അതായത് നിങ്ങൾ ജസ്റ്റ് ഇവിടെ മോണിറ്റർ എന്ന് സെർച്ച് ചെയ്താൽ തന്നെ എന്ത് കാണാൻ പറ്റും നിങ്ങൾക്ക്, അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സർവീസസും കാണാം. അതായത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, റിക്കവറി സർവീസസ് വാൾട്ട്. റിക്കവറി സർവീസ് വാൾട്ട് എന്തിനാ, ഞാനൊരു സിനാരിയോ ഒരു എക്സാമ്പിൾ പറയാം. റിക്കവറി സർവീസ് വാൾട്ട് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, നമ്മൾ ബാക്കപ്പും അഷ്യൂർ സൈറ്റ് റിക്കവറി അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു വ്യൂ നമുക്ക് കാണാമെന്ന് പറഞ്ഞു. അത് ഏതായിരുന്നത്, ഓർക്കുന്നുണ്ടോ? അതെ, ബാക്കപ്പ് സെന്റർ, എക്സാക്ട്ലി. അതായത് ബാക്കപ്പ് സെന്റർ, അതായത് ഞാനൊരു ഇത് പറയാണ്, അതായത് കമ്പയർ ചെയ്യാണ്. അതായത് നമ്മളിപ്പം പഠിക്കാൻ പോകുന്ന സർവീസും ഇത് നമ്മളൊരു കമ്പാരിസൺ പറയാണ്. അതായത് ബാക്കപ്പ് സെന്ററിൽ വന്നു കഴിഞ്ഞാൽ ബാക്കപ്പ്, റേസർ എല്ലാത്തിന്റെ ഒരു എൻ്റയർ അംബർല, അതേപോലെ തന്നെ അവരിപ്പോൾ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളെല്ലാം കൂടെ കൊണ്ടുവരികയാണ് ഓരോരോ സർവീസസിനെ. അതായത് അങ്ങനെയുള്ള ഒരു സംഭവമാണ് എന്തും ബാക്കപ്പ് സെന്ററും മോണിറ്ററും, അതായത് ആ ഒരു അംബർല പോലെയാണെന്ന് മനസ്സിലായില്ലേ. അതായത് ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോണിറ്ററിങ് അഷ്യൂറിൽ എന്തൊക്കെ മോണിറ്റർ ഉണ്ടോ അതൊക്കെ ഇവിടെ എന്ത് കാണാൻ പറ്റും, നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് കാണാൻ പറ്റും ഉദ്ദേശിച്ചു. ഓക്കെ, ഇതിനകത്ത് പറയാൻ പറ്റിയ വേറൊരു സാധനമുണ്ട്, അത് മേലെ തന്നെ വരേണ്ടതാണ്, VM ഇൻസൈറ്റ്. ഇതൊക്കെ ബേസിക്കലി എന്തിന്റെ പാർട്ട് ഓഫ് സർവീസസ് ആണ്, ഇതൊക്കെ അഷ്യൂർ മോണിറ്ററിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള സർവീസിന്റെ അണ്ടറിൽ വരുന്ന സർവീസസ് ആണ്. അപ്പം അതായത് നിങ്ങൾക്ക് ഇപ്പം ഒരു പർട്ടിക്കുലർ എന്ത് മോണിറ്റർ ആണ് നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾ അഷ്യൂറിൽ ഇപ്പം റീസെന്റ് വന്ന ഒരാളാണ്, അപ്പം നിങ്ങൾ എന്തോ ഒരു അപ്ലിക്കേഷൻ ഫോർ എക്സാമ്പിൾ ലോഡ് ബാലൻസർ ക്രിയേറ്റ് ചെയ്തു അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം ക്രിയേറ്റ് ചെയ്തു, നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ടുള്ളൊരു മോണിറ്ററിംഗ് വ്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ജസ്റ്റ് വന്ന് നോക്കാം. നിങ്ങൾക്ക് ഒരു റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കീ വേർഡ്സ് ഒക്കെ കിട്ടണമെങ്കിൽ ഇവിടെ വന്ന് നോക്കിയാൽ ചിലപ്പോൾ കുറച്ചൊക്കെ എന്തെങ്കിലും ഐഡിയ കിട്ടും നിങ്ങൾക്ക്. ഇതൊരു എൻ്റയർ അംബർലയാണ്, ഇതിനകത്താണ് എല്ലാ ടൈപ്പ് ഓഫ് മോണിറ്ററിങ്ങും അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. അപ്പൊ നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഡെമോ ചെയ്യാൻ വേണ്ടിയിട്ട്, സിമ്പിൾ ആണ്, ഞാൻ പറഞ്ഞിട്ട് കൺഫ്യൂഷൻ അടുപ്പിക്കുന്നില്ല. നമുക്കിതൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു VM ക്രിയേറ്റ് ചെയ്യണം. പല രീതിയിൽ മോണിറ്റർ ചെയ്യാമെന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, നമുക്ക് എങ്ങനെയൊക്കെ അത് ചെയ്യാം, അല്ലെങ്കിൽ എന്തൊക്കെ നമുക്ക് ഓപ്ഷൻസ് ഇവന്മാർ തരുന്നുണ്ട് എന്നുള്ളത് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ എപ്പോഴെങ്കിലും എന്താ പറയാ എന്തെങ്കിലും ഒരു മോണിറ്ററിംഗ് ടൂള് വർക്ക് ചെയ്തിട്ടുണ്ടോ? അറ്റ്ലീസ്റ്റ് ലോഗിൻ ചെയ്തിട്ട് ചെക്ക് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? മോണിറ്ററിംഗ് ആസ്പെക്ട്സിൽ കുറെ ടൂൾസ് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അതായത് ഓപ്സ് റാമ്പ്, എന്തൊക്കെയാ, നിംസോഫ്റ്റ്, ഇങ്ങനെ കുറെ ഫേമസ് ആയിട്ടുള്ള എന്തുണ്ട്
മോണിറ്ററിംഗ് ടൂൾസ് അവൈലബിൾ ആണ്. ഓക്കെ, മോണിറ്ററിംഗിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും? മോണിറ്ററിംഗ് എന്നല്ല, അതായത് മോണിറ്ററിംഗ് തന്നെ സെപ്പറേറ്റ്, സാധാരണഗതിയിൽ മോണിറ്ററിംഗിനൊക്കെ സെപ്പറേറ്റ് ടീം തന്നെ ഉണ്ട്. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ, നമ്മൾ ക്ലൗഡ് ജേണി സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞ പോലെ, നമുക്ക് ആസ് എ ക്ലൗഡ് എഞ്ചിനീയർ ഇതിനെ പറ്റിയിട്ടൊക്കെ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ഇപ്പം നിങ്ങളിപ്പം ഇത്രയും സർവീസസ് ഇതുവരെ നമ്മൾ പഠിച്ചു, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതുവരെ പഠിച്ചു. ഇതിൽ ചിലപ്പം നിങ്ങളിപ്പോൾ ഒരു ക്ലൗഡിലേക്ക് വർക്ക് ചെയ്യുന്നത് ചിലപ്പോൾ എൻറ്റയർലി നിങ്ങൾക്ക് ഇതിലൊന്നും സ്കോപ്പ് ഉണ്ടാവില്ല. എല്ലാം കൂടെ ചിലപ്പോൾ നിങ്ങൾക്ക് ആക്സസ് ഉണ്ടാവില്ല. ഉണ്ടാകാതിരിക്കാം. വലിയ വലിയ കമ്പനി ആകുമ്പോൾ ഉണ്ടാവില്ല. സെഗ്രിഗേറ്റ് ചെയ്യും. ഇതിനകത്ത് വീണ്ടും എന്ത് വരും? സെഗ്രിഗേഷൻ വരും. നെറ്റ്വർക്കും ഡിപ്പെൻഡഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നെറ്റ്വർക്ക് ടീം ചെയ്യട്ടെ. അതേപോലെ അഷ്യൂർ ADയും വിൻഡോസ് AD റിലേറ്റഡ് ആയ കാര്യങ്ങളൊക്കെ AD ടീം ചെയ്യട്ടെ. ബാക്കിയൊക്കെ അഷ്യൂർ വെർച്വൽ മെഷീൻ ക്രിയേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യട്ടെ. അതേപോലെ മോണിറ്ററിങ്ങും സംഭവങ്ങളൊക്കെ മോണിറ്ററിംഗ് ടീം അല്ലെങ്കിൽ നോക്ക് ടീം എന്നൊക്കെ പറഞ്ഞിട്ട് ടീം ഉണ്ടല്ലോ, അവർ ചെയ്യട്ടെ. അങ്ങനെയൊക്കെയാണ് സെഗ്രിഗേഷൻ വരിക. പക്ഷേ വല്ല ചെറിയ എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും പ്രൊജക്റ്റ് ഒക്കെ ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു 100-150 മെഷീൻ മാത്രമേ ഉള്ളൂ, കുറച്ച് നെറ്റ്വർക്കും കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളെങ്കിൽ ചിലപ്പം എന്താ ചെയ്യുക, ചിലപ്പോൾ എല്ലാം കൂടെ ഒരാളിനെ മാനേജ് ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ടാകാം. ഇതിൻ്റെയൊക്കെ മേലൊരാളുണ്ട്, സെന്റിനൽ എന്ന് പറഞ്ഞിട്ട്. അതെല്ലാം കൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ഇതിപ്പം ഒരു നോർമൽ മോണിറ്ററിംഗ് പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് എന്തൊക്കെ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ് നിങ്ങൾക്ക് വരികയാണ്, ഇതിന്റെ ഒരു പെർഫോമൻസ് എങ്ങനെയുണ്ട് ഈ മിഷന്റെ, അല്ലെങ്കിൽ ഈ ഒരു ടൈം ഫ്രെയിമിൽ ഇതിന്റെ ഒരു യൂസേജ് ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ പെട്ടെന്ന് പോയി നോക്കാമെന്നുള്ള സംഭവങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മളൊരു VM ക്രിയേറ്റ് ചെയ്തു. ഈ VM കറന്റ് റണ്ണിങ് ആണ്. ലെറ്റ് മീ ലോഗ് ഇറ്റ് ദിസ് മിഷൻ. അങ്ങനെയാണെങ്കിൽ കുറച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ ലോഡ് അതിനകത്തേക്ക് കൊടുക്കാം. ഈ ഇതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്ന ഈ ഒരു മോണിറ്ററിങ്ങിനകത്ത് വരുന്ന ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സർവീസസ് ഉണ്ടല്ലോ, ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള എന്തുണ്ട്, ജോബ് ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങളോടിപ്പം എന്താ പറയാ, ഒരു ലാസ്റ്റ് 1 വീക്കിന്റെ ഒരു പെർട്ടിക്കുലർ മിഷന്റെ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സർവീസ്, ലോഡ് ബാലൻസർ ആയിക്കോട്ടെ, VM ആയിക്കോട്ടെ, നമ്മളിപ്പോൾ ജസ്റ്റ് VM ക്രിയേറ്റ് ചെയ്തെന്നുള്ളൂ. അതിന്റെ ഒരു 1 വീക്കിന്റെ ലാസ്റ്റ് 1 വീക്കിന്റെ ഒരു മെമ്മറി യൂട്ടിലൈസേഷൻ അല്ലെങ്കിൽ CPU യൂട്ടിലൈസേഷൻ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇതിനകത്ത് പോകേണ്ടത് മെട്രിക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്താണ്. ഓക്കെ, അതായത് മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താ മെട്രിക്സ്? ഇതെന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? മെട്രിക്സ് പറഞ്ഞാൽ എന്താ മനസ്സിലായത്? പേരിന്ന് എന്താ മനസ്സിലായത്? ഒരു മോണിറ്ററിംഗ് പോയിന്റ് ഓഫ് വ്യൂ എന്തായിരിക്കും മെട്രിക്സ്? എന്തായിരിക്കും? അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു മെട്രിക്സ്. അതെ, കറക്റ്റ്. അതായത് ഇത്ര ശതമാനത്തിന്റെ മേലെ പോകുമ്പോൾ ഇത്ര മെഷീൻ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള ഒരു സിനാരിയോ വെർച്വൽ മെഷീൻ സ്കെയിൽ സെറ്റിലാന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ നിന്റെ ഉള്ളിലുള്ള ഒരു കോൺസെപ്റ്റ് ശരിയാണ്, പക്ഷെ എൻറ്റയർലി CPU മെമ്മറി എന്നുള്ളൊരു പോയിന്റിലേക്ക് മാത്രം പോകരുത് മെട്രിക്സ് പറഞ്ഞാൽ. അതായത് മെട്രിക്സ് പറഞ്ഞാല് ഒരു VMന്റെ പോയിന്റ് ഓഫ് വ്യൂല്, ഓക്കെ, അതായത് ജസ്റ്റ് മെട്രിക്സിന്റെ ഒരു ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്നത്, ഒരു VMന്റെ പോയിന്റ് ഓഫ് വ്യൂല് ഈ VMൽ എന്തൊക്കെ സംഭവങ്ങൾ നടക്കാം, അതായത് ഒരു മെട്രിക് പോയിന്റ് ഓഫ് വ്യൂലോ അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് പോയിന്റ് ഓഫ് വ്യൂലോ എന്തൊക്കെ കാര്യങ്ങൾ ഇതിനകത്ത് നടക്കാം. ഇതിനകത്ത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു CPUന്റെ റിലേറ്റഡ് ആയി നോക്കുകയാണെങ്കിൽ CPU യൂട്ടിലൈസേഷൻ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ CPUന്റെ ഒരു പർട്ടിക്കുലർ മെട്രിക് ഉണ്ട്. ഓക്കെ, അതായത് ഓരോരോ വാല്യൂ ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതേപോലെ നമ്മൾ എപ്പോഴും പറയുന്നത് CPU കൊണ്ടാണ് നമ്മൾ എപ്പോഴും അതിലേക്ക് പോകുന്നത്. പക്ഷേ ഇത് കൂടാതെ ഇതിന് എന്തൊക്കെ ഉണ്ടാവും? മെമ്മറി യൂട്ടിലൈസേഷൻ, അത് വേറൊരു സംഭവം. ഓക്കെ, അത് കൂടാണ്ട് VM ഓൾറെഡി നെറ്റ്വർക്കിൽ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു റിസോഴ്സ് ആണ്. അപ്പം നെറ്റ്വർക്ക് ഇൻ ഔട്ട് അതൊരു മെട്രിക് ആണ്. ഓക്കെ, അതേപോലെ നെറ്റ്വർക്ക് ഇൻഗ്രസ് ട്രാഫിക്, അതേപോലെ ഔട്ട് ബൗണ്ട് ട്രാഫിക്, പിന്നെ ഡിസ്ക് യൂട്ടിലൈസേഷൻ, അതേപോലെ പല കാര്യങ്ങളും ഈ ഒരു VMന്റെ ബിഹേവിയർ ആയിട്ട് ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? അതായത് അതൊക്കെ അതിന്റെ മെട്രിക്കിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ അഷ്യൂർ എന്ത് ചെയ്തിട്ടുണ്ട്? അഷ്യൂർ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോണിറ്ററിംഗ് സെക്ഷൻ എന്ന് പറഞ്ഞിട്ട് കാണാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ മെട്രിക്സ് പറഞ്ഞൊരു ഓപ്ഷൻ തന്നെ ഉണ്ട്. നമ്മൾ പഠിക്കുന്ന ഇപ്പം മെട്രിക്. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഞാൻ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ നോക്കി, ഇതിപ്പോൾ VM ആണ്. നമ്മൾ ഓൾറെഡി VMനകത്ത് ഇരിക്കുന്നതുകൊണ്ടാണ് സ്കോപ്പ് VM. ഇതിപ്പം VMനകത്ത് വന്നതിനെ കൊണ്ട് ബൈ ഡിഫോൾട്ട് സ്കോപ്പ് VM തന്നെയാണ്, അത് അണ്ടർസ്റ്റുഡ് ആണ്. അതേപോലെ ഇതും ബൈ ഡിഫോൾട്ട് വെർച്വൽ മെഷീൻ തന്നെ, അത് നോക്കട്ടെ. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഈ മെട്രിക് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നോക്കിയേ, ഇതൊക്കെ എന്താണ് ശരിക്കും? ഇതൊക്കെ ബിൽട്ടിൻ ആയിട്ട് അവര് നമുക്ക് തരുന്ന എന്താണ്? ഇതിനാണ് എന്ത് പറയുന്നത്? മെട്രിക്. അതായത് ഈ പറയുന്നതൊക്കെ എന്തായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മെട്രിക് ആണ്? വെർച്വൽ മെഷീന്റെ യൂട്ടിലൈസേഷനും കാര്യങ്ങളും. അതായത് അതിലേക്ക് നടക്കുന്ന പല ആക്ടിവിറ്റി, ഒരു VM റൺ ചെയ്യുന്നുണ്ട്, സ്വാഭാവികമായിട്ട് അതിലേക്ക് പല കാര്യങ്ങളും നടക്കുന്നില്ലേ? പല കാര്യങ്ങൾ അതിനകത്തേക്ക് നടക്കുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ അവന്മാർ ഓരോരോ എന്തായിട്ട് കൊടുത്തിട്ടുണ്ട്? മെട്രിക് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്താണോ നോക്കേണ്ടത്, അതായത് ചിലപ്പോൾ നിങ്ങളോട് നിങ്ങളുടെ ഈ സെർവറിന്റെ ഓണർ അവർ പറഞ്ഞു CPU യൂട്ടിലൈസേഷൻ ചെക്ക് ചെയ്യാൻ പറഞ്ഞു.
പക്ഷെ അടുത്ത വേറൊരാൾ ചിലപ്പോൾ CPU യൂട്ടിലൈസേഷൻ ആയിരിക്കില്ല അവർക്ക് ചെക്ക് ചെയ്യേണ്ടത്. അവരുടെ എന്തിനാണ് ഇതൊക്കെ ചെക്ക് ചെയ്യുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ എന്തിനാണ് നമ്മൾ മെട്രിക് ഒക്കെ ചെക്ക് ചെയ്യുന്നത്? എന്തിനായിരിക്കും? പെർഫോമൻസ് ഓക്കെ ഫൈൻ, പെർഫോമൻസ് 100% പെർഫോമൻസ് റിലേറ്റഡ് ഒക്കെ തന്നെ ആയിരിക്കാം. പക്ഷെ എന്തോ ഒരു പ്രശ്നം അവർക്ക് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ചെക്ക് ചെയ്യാൻ ട്രബിൾ ഷൂട്ടിങ്ങിന്റെ ഹെൽപ്പിനൊക്കെ അല്ലേ നമ്മൾ മോണിറ്ററിംഗ് യൂസ് ചെയ്യുന്നതും? അല്ലേ? അതും കൂടെ നമുക്ക് ഇവിടെ ഉണ്ട് മോണിറ്ററിംഗിൽ അല്ലെ? അതായത് എന്തോ ഒരു പ്രശ്നം കുറച്ച് ദിവസമായിട്ട് അവർക്ക് ഈ മിഷനിൽ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവർ എന്ത് ചെയ്യാണ്? മാക്സിമം പല കാര്യങ്ങളിലൂടെ പല വഴികളിലൂടെ എന്ത് ചെയ്യാണ്? ചെക്ക് ചെയ്യാണ്, ട്രബിൾ ഷൂട്ട് ചെയ്യാണ്. എന്താണ് ഇതിന്റെ പ്രശ്നം എന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, അപ്പൊ ചിലപ്പോൾ ഡിസ്കിലേക്കുള്ള അല്ലെങ്കിൽ ഒരു ഫോർ എക്സാമ്പിൾ ഇമാജിൻ ചെയ്തൊരു SQL VM ആണ്, ഇതിനകത്ത് SQL റൺ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തോ ഡാറ്റ റീഡ് റൈറ്റ് ഓപ്പറേഷൻ ഒക്കെ ഭയങ്കര സ്ലോ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അവർ CPUവിന്റെ അല്ല, അവർ വേറെ എന്തായിരിക്കും ചിന്തിക്കുക? അവർ എന്തിനെ പറ്റിയിട്ടായിരിക്കും അപ്പൊ ചെക്ക് ചെയ്യുക? ഡിസ്ക് റിലേറ്റഡ് ആയിട്ട് അവർക്ക് ചെക്ക് ചെയ്യണം. ഓക്കെ, പിന്നെ അതില്ലെങ്കിൽ ലാറ്റൻസിന്റെ എന്തോ പ്രശ്നമുണ്ട്, സ്ലോ ആണ് നെറ്റ് കണക്ടിവിറ്റി എന്തോ. അപ്പം വേറെ എന്തവർക്ക് ചെക്ക് ചെയ്യാം? അവർക്ക് നെറ്റ്വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുക. അങ്ങനെ പല സംഭവങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ചെക്ക് ചെയ്യാൻ പറ്റും. നെറ്റ്വർക്ക് ഇൻ ടോട്ടൽ അങ്ങനെ പല, അതായത് റിലേറ്റഡ് ആയിട്ടുള്ള നമുക്ക് എന്താണോ ആവശ്യമുള്ളത് അവിടെ ബൈ ഡിഫോൾട്ട് ഉള്ള കുറച്ച് മെട്രിക്സ് ഉണ്ടാവും. ഓക്കെ, നമുക്ക് എക്സ്ട്രാ മെട്രിക്സ് ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ബൈ ഡിഫോൾട്ട് ഉള്ള മെട്രിക്സ് വെച്ചിട്ട് കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. കുറെ, അതായത് അറ്റ്ലീസ്റ്റ് ഫോർ എക്സാമ്പിൾ നിങ്ങളോട് എന്താ പറയാ, ഒരു ഇതേപോലെ സെർവർ ഓണർ നിങ്ങളോട് പറയാണ്, അതായത് ഒരു പർട്ടിക്കുലർ ടൈമിൽ കുറെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അങ്ങനെയാണ് നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഇപ്പോൾ CPU യൂട്ടിലൈസേഷൻ ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്യാണ്, പെർസെൻറ്റേജ് CPU എന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പം എനിക്ക് കാണാം എത്ര സമയത്തുള്ള, ഐ മീൻ ഇതിപ്പോൾ നമ്മൾ പുതിയ VM ആയതുകൊണ്ടാണ് കുറെ ഹിസ്റ്റോറിക്കൽ ഡീറ്റെയിൽസ് ഇല്ലാത്തത്. നമുക്ക് എന്ത് ചെയ്യാം? ഗ്രാനുലർ ആയിട്ട് ടൈമും കാര്യങ്ങളൊക്കെ ഇവിടെ എന്ത് ചെയ്യാം? സെറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ലാസ്റ്റ് 1 hour. ഓക്കെ, ലാസ്റ്റ് 1 hourന്റെ CPU യൂട്ടിലൈസേഷൻ ചെക്ക് ചെയ്താൽ എത്ര കിലോ പോകുന്നത്? അറൌണ്ട് 40% അറൌണ്ട് സംതിങ്ങിലാണ് എന്ത് പോകുന്നത്? അതിന്റെ യൂസേജ് പോകുന്നത്. അപ്പം ഒരു പർട്ടിക്കുലർ ടൈമിൽ എന്തെങ്കിലും ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും? ഗ്രാഫിൽ വ്യത്യാസം ഉണ്ടാവും. ആ ഒരു ആവറേജ് CPUവിന്റെ ഇതൊക്കെ ഇവിടെ കാണിക്കും, എത്ര സംഭവങ്ങളാണ് എന്നൊക്കെ ഉള്ളത്. അതായത് ലാസ്റ്റ് ആ ഒരു ടൈം ഫ്രെയിമിന്റെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ കാണിക്കുന്നുണ്ട് എന്ത്? 46% ആണ് എന്ത്? CPU യൂട്ടിലൈസേഷൻ ഫോർ ദ ലാസ്റ്റ് 1 hour. അപ്പൊ ഇവിടെ എന്തെങ്കിലുമൊക്കെ നമുക്ക് റൺ ചെയ്തെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇത് ഓൾറെഡി ഞാൻ ലോഗിൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇപ്പൊ ഇവിടെ കറന്റ് നോക്കി കഴിഞ്ഞാൽ നമ്മൾ 2 CPU ഉള്ള ഒരു മെഷീൻ ആണ്. ഓക്കെ, ഇപ്പോൾ ഓൾറെഡി 22 സംതിങ്ങിലാണ് ഇപ്പം പോകുന്നത്. എന്തെങ്കിലുമൊക്കെ റൺ ചെയ്യുക, ലോഡ് ചെയ്യുക, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്താൽ അവന് അതിനകത്തേക്ക് ലോഡ് സ്വാഭാവികമായിട്ടും കൂടും. ഓക്കെ, അത് അവിടെ റൺ ചെയ്യട്ടെ, കുറച്ച് എന്തെങ്കിലും ഒരു ലോഡ് ചെറുതായിട്ട് വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, അപ്പം ഈ മെട്രിക്കിന്റെ സംഭവം നിങ്ങൾക്ക് മനസ്സിലായോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അതായത് ഞാനിപ്പോൾ ജസ്റ്റ് ഒരു പെർസെൻറ്റേജ് CPU നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. ഇത് കൂടാതെ നിങ്ങൾക്ക് പല ടൈപ്പ് ഓഫ് മെട്രിക്സ് അറ്റ് എ ടൈം ഒരു വിൻഡോ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാനും പറ്റും. ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു അടുത്ത മെട്രിക് ആഡ് ചെയ്തു. ഫോർ എക്സാമ്പിൾ ഇത് നമുക്ക് മെമ്മറി, അവൈലബിൾ മെമ്മറി റിലേറ്റഡ് ആയിട്ടുള്ള സംഭവം. ഓക്കെ, ഇത് ആവറേജ് ആക്കാം, മാക്സിമം ആക്കാം, മിൻ ആക്കാം. അതായത് ആവറേജ് പറഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന അവർ, ഇവിടെയാണ് നമ്മൾ അവർ അല്ലെങ്കിൽ ഡേയ്സ് സെലക്ട് ചെയ്യും. ഈ ഒരു ഹവറിൽ ഇതിന്റെ എൻറ്റയർ ആവറേജ് ആണ് ഇവിടെ കാട്ടുന്നത്. ഇനി അതല്ല നമുക്ക് മാക്സിമം ആണ് കണ്ടെങ്കിൽ മാക്സിമം കൊടുക്കുക. ഓക്കെ, അതായത് എത്ര വരെ മാക്സിമം പോയിട്ടുണ്ട് യൂസേജ് എന്നാണ് കാണിച്ചത്. ഓക്കെ, അതേപോലെ ഇപ്പോൾ CPUവിന്റെ കേസിലാണെങ്കിലും, ഇപ്പൊ ഞാനിത് ജസ്റ്റ് ഇവിടെ നമുക്ക് ക്ലോസ് ചെയ്യാം. CPUവിന്റെ കേസിലാണെങ്കിലും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മാക്സിമത്ത് കൊടുത്തു കഴിഞ്ഞാൽ എത്രയാണ് മാക്സിമം പോയിരിക്കുന്നത്? അതായത് ഈ ബ്ലൂ കളർ കാണുന്നത് എന്താണ്? CPUവിൻ്റെത്. ഈ റോസ് കളർ നമ്മൾ 2 മെട്രിക് അറ്റ് എ ടൈം കൊടുക്കാം. അതാണ് ഞാൻ കാണിച്ചത്. ഓക്കെ, നമുക്ക് അങ്ങനെയും ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. നമ്മുടെ ഡിപ്പെൻഡിങ് ഓൺ അവർ റിക്വയർമെന്റ്. ക്ലോസ് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നല്ലോ, അത് ഇവിടെ വേണമെങ്കിൽ ഒഴിവാക്കാം. അപ്പം ഇത് നോക്കിയാൽ നിങ്ങൾ ഇത് ഇങ്ങനെ 50% പോയി, പിന്നെ കുറച്ച് താഴ്ന്നു. ഓക്കെ, ഇത് മാക്സിമത്തിൽ ഇവിടെ ആയിരുന്നുണ്ട്. അതാണ് ഇവിടെ മാക്സിമം ആ ഒരു 52 വരെ പോയതിന്റെ ശതമാനം കാണിക്കുന്നത്. ഇത് സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ മനസ്സിലാക്കുക, ഇതാണ് മെട്രിക് എന്നുള്ളത്. അപ്പം ഇവിടെ വേറൊരു കാര്യം ഞാൻ പറയാൻ മറന്നു. ഈ മെട്രിക്കിന്റെ കൂടെ തന്നെ ചേർത്ത് വായിക്കേണ്ട വേറൊരു സർവീസാണ് ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞിട്ട്. ഇതൊക്കെ ബേസിക്കലി ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാതിരിക്കാം. പക്ഷെ നിങ്ങൾ നോക്ക് റൂമിലൊക്കെ പോയിട്ടുണ്ടോ? അതായത് നിങ്ങളുടെ ഓഫീസിലൊക്കെ നോക്ക് റൂം മോണിറ്ററിംഗ് ടീമിന്റെ കൂടെയൊക്കെ കണ്ടിട്ടുണ്ടോ? അവർ വർക്ക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? സെപ്പറേറ്റ് ടീമുണ്ട് ശരിക്കും മോണിറ്ററിങ്ങിനൊക്കെ. അവർക്കൊക്കെ ഈ എന്തൊക്കെ ഉണ്ടാവും? ഡാഷ്ബോർഡ് ഉണ്ടാവും. അതായത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്രിറ്റിക്കൽ ആയിട്ടുള്ള സെർവറൊക്കെ അവര് ഐ മീൻ ഈ വാളിലൊക്കെ കുറെ മോണിറ്ററും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവും. അതിലേക്കൊക്കെ കുറെ കൊടുത്തിട്ട് എപ്പോഴും ഇങ്ങനെ മോണിറ്റർ ചെയ്തിരിക്കണം അവർ. എന്താണ് അവിടെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ, ഇവിടെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്നുള്ള ലെവൽ ഓഫ്. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെയൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? സെറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഈ VMന്റെ CPU പെർസെൻറ്റേജ് എപ്പോഴും നിങ്ങൾക്ക് ലൈവായിട്ട് കാണുന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ ഇവിടെ വന്നാലല്ലേ എനിക്ക് കാണുന്നുള്ളൂ, അല്ലെ? ഇവിടെ ഞാൻ വന്നിട്ട് ക്ലിക്ക് ചെയ്താലല്ലേ എനിക്ക് കാണുന്നുള്ളൂ, പർട്ടിക്കുലർ മെട്രിക് സെലക്ട് ചെയ്താലല്ലേ കാണുന്നുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഒരു ഡാഷ്ബോർഡ് പോലെ, ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കി നിങ്ങൾ താഴെ ഇവിടെ ഡാഷ്ബോർഡ്, സേവ് ടു ഡാഷ്ബോർഡ് അല്ലെങ്കിൽ പിൻ ടു ഡാഷ്ബോർഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? ഒരു ഡാഷ്ബോർഡ് പോലെ ക്രിയേറ്റ് ആവും. ഓക്കെ, ഞാൻ ജസ്റ്റ് പുതിയ ഒരു ക്രിയേറ്റ് ന്യൂ എന്ന് കൊടുക്കാം, VM1 ഡാഷ്ബോർഡ്.
എന്നിട്ട് ക്രിയേറ്റ് ആൻഡ് പിൻ കൊടുത്തു. അപ്പം എന്തായി, ഒരു ഡാഷ്ബോർഡ് ക്രിയേറ്റ് ആയി. ഓക്കെ, ഡാഷ്ബോർഡ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാം. ഇത് അവിടെ ഡാഷ്ബോർഡ് എന്ന് ഇവിടെ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരുന്ന ഏതായിരുന്നു, VM1 ഡാഷ്ബോർഡ്. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കാണുന്നത്, നിങ്ങൾ ആ ഒരു മെട്രിക് നമ്മൾ സെലക്ട് ചെയ്തില്ല ഒരു മെട്രിക്, അത് ഇങ്ങനെ ഇവിടെ എന്താവും, ഓട്ടോമാറ്റിക്കലി എപ്പോഴും ഉണ്ടാവും. അതായത് നിങ്ങൾ ആ VM-ലൊന്നും പോകണ്ട. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഇവിടെ എപ്പോഴും ഇങ്ങനെ ജസ്റ്റ് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വർക്ക് ചെയ്യുക, പെട്ടെന്ന് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഓക്കെ ഡാഷ്ബോർഡിൽ ഒന്നും ഇവിടെ എത്തി, സംഭവം ഇത് നടക്കുന്നുണ്ട്. ഇവിടെ ഓട്ടോ റിഫ്രഷ് ഓണും കൊടുത്താൽ മതി. അതായത് എവരി 5 മിനിറ്റ്സിൽ ഈ സംഭവം എന്താവും, അപ്പം ഇത് ടൈമർ അല്ലെങ്കിൽ ഓഫ് ആയിരിക്കും. അതായത് ലൈവ് മെട്രിക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഈ ഓട്ടോ റിഫ്രഷ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ. അത് കൂടാതെ നിങ്ങൾക്ക് ഇപ്പം ഇതിപ്പോ ഒരു VM-ന്റെ മാത്രമാണ്. ഇനിയിപ്പോ ഈ VM-ന്റെ വേറെ മെട്രിക് വേണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം, പിൻ ചെയ്ത് വെക്കാം. അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെട്രിക്, വേറെ സെർവർ അല്ലെങ്കിൽ വേറെ റിസോഴ്സിന്റെ ഇതൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഡാഷ്ബോർഡിലേക്ക് കൊണ്ടുവരാം. ഫോർ എക്സാമ്പിൾ ഞാനിപ്പം ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇപ്പൊ എനിക്ക് വേറൊരു ഡാഷ്ബോർഡും കൂടെ ക്രിയേറ്റ് ചെയ്യണം. ഡാഷ്ബോർഡ് ഇൻ ദ സെൻസ് ഈ ഡാഷ്ബോർഡിലുള്ള മെട്രിക്സുകൾ. ഫോർ എക്സാമ്പിൾ ഈ VM-ലേക്ക് ഞാൻ വന്നു വീണ്ടും. ഓക്കെ, VM-ലേക്ക് ഞാൻ വീണ്ടും വന്നു. എനിക്ക് CPU യൂട്ടിലൈസേഷൻ മാത്രം പോരാ, വേറൊരു സംഭവം കൂടെ കാണുന്നുണ്ടെങ്കിൽ, അതായത് ജസ്റ്റ് ഇമാജിൻ ചെയ്യാം, നമുക്കിപ്പോൾ എന്താ കാണാം, ഡാറ്റ ഡിസ്ക് റീഡ് ബൈറ്റ് സെക്കൻഡ്സ് കൊടുക്കാം. ഓക്കെ, ഇതിൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ല. വേറെ എന്തെങ്കിലും ഡാറ്റ ഡിസ്ക് ബാൻഡ്വിഡ്ത്ത് കൺസ്യൂമർ, ഡിസ്ക് റീഡ് ബൈറ്റ്സ്. ഓക്കെ, ഇതിൽ നിൽക്കട്ടെ. ഓക്കെ, ഈ ഒരു മെട്രിക്കും കൂടി എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു മാക്സിമം ഇതിൻ്റെത് എനിക്ക് കാണുന്നുണ്ടെങ്കിൽ, ഇതും എനിക്കൊരു ഈ ഒരു അപ്ലിക്കേഷൻ പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ സെർവർ ഓണർ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഇത് നിങ്ങൾ സ്ഥിരമായിട്ട് മോണിറ്റർ ചെയ്യണം എന്നൊക്കെ മോണിറ്ററിംഗ് ടീമിനോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആസ് എ ക്ലൗഡ് എഞ്ചിനീയർ നിങ്ങൾക്ക് ഇതൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അവർക്ക് ഒരു ഡാഷ്ബോർഡ് പോലെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ലാസ്റ്റ് 1 hour കൊണ്ട് എപ്പോഴും അവർക്ക് കാണണം. അപ്പോൾ എന്ത് ചെയ്യാം, ഇത് ഞാൻ സേവ് ടു ഡാഷ്ബോർഡ് കൊടുത്തിട്ട് എവിടേക്ക് കൊടുത്തു, പിൻ ടു ഡാഷ്ബോർഡ്. ഇവിടെ നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡാഷ്ബോർഡ് ഏതായിരുന്നു, VM1 ഡാഷ്ബോർഡ്. സെയിം അവിടേക്ക് ഞാൻ എന്ത് ചെയ്യണം, പിൻ ചെയ്യണം. അതായത് നമ്മൾ നേരത്തെ ഓൾറെഡി ഒരു ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞാൽ എൻ്റയർ ബോർഡ്. ഓക്കെ, അതിലേക്ക് വീണ്ടും വീണ്ടും ഈ മെട്രിക്കിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഞാൻ പിൻ ചെയ്യണം. അതിപ്പോ ഇവിടെ വന്നു നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും, അടുത്ത ആള് വരേണ്ടതാണ്. എന്ത് പറ്റി, ഡാഷ്ബോർഡ്. ഓക്കെ, വന്നു, ഇപ്പൊ വന്നു. അതായത് ടൈം എടുത്തിട്ടുണ്ട്, 2 പ്രാവശ്യം വന്നു. ഓക്കെ, അപ്പോൾ ഞാൻ തൽക്കാലം ഇത് ഒന്ന് ഒഴിവാക്കി, കാരണം വെച്ചാൽ 2 പ്രാവശ്യം വന്നു. റിമൂവ് ഫ്രം ഡാഷ്ബോർഡ്. ഇത് കണ്ടോ നിങ്ങൾ, ഇത് വീണ്ടും അടുത്ത ആൾ താഴത്തെത്തി. നിങ്ങൾക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാൻ പറ്റും, കസ്റ്റമൈസ് ചെയ്യാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ എഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വ്യൂ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടത്തിന് തന്നെ ഒന്ന് ഷോർട്ട് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാം. അതായത് ഇങ്ങനെ ചെയ്യാറുണ്ട്, ചില മോണിറ്ററിംഗ് ടീമൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട്. അതാണ് ഞാൻ പറയാൻ കാരണം. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് കുറേ വ്യൂ ഒക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാം കൂടെ ഒറ്റയടിക്ക് വലുതാക്കി വെക്കാതെ എന്ത് ചെയ്യാം, കസ്റ്റമൈസ് ചെയ്തിട്ട് നിങ്ങളുടേതായിട്ടുള്ള ഒരു ഇഷ്ടത്തിന് സെറ്റ് ചെയ്ത് വെക്കാം. അതാ ഉദ്ദേശിച്ചത്. ഓക്കെ, എന്നിട്ട് സേവ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു വ്യൂ കിട്ടും. ഓക്കെ, അത് ശരിയായില്ല. എഡിറ്റ്, ഓക്കെ ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കസ്റ്റമൈസ് ചെയ്യാം. സാധാരണ ഇങ്ങനെയുള്ള ഡാഷ്ബോർഡ് ഒക്കെ വലിയ വലിയ മോണിറ്ററിൽ ഇങ്ങനെ വെക്കും. എന്നിട്ട് അവർ എന്ത് ചെയ്യും, എപ്പോഴും ഇങ്ങനെ കാണാം അവർക്ക്. ഓക്കെ, എന്താണ് ഇതിന്റെ ഒരു അവസ്ഥ, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ ഒരു പ്രശ്നം. അതായത് ഇങ്ങനെ യൂട്ടിലൈസേഷൻ ഒക്കെ ഹൈ ആയിട്ടൊക്കെ പോകുന്നുണ്ടെങ്കിൽ അതൊരു ഡേഞ്ചർ സൈൻ ആണ്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ ഇതിന്റെ ടീമിനെ, ഇതിന്റെ ഓണേഴ്സിനെ ഇൻഫോം ചെയ്യാം. മോണിറ്ററിംഗ് ടീമിന്റെ ജോലി തന്നെ അതാണ്. അവർ ജസ്റ്റ് മോണിറ്റർ ചെയ്യുക എന്നുള്ളതുള്ള അവരുടെ ജോലി. അവർക്ക് എന്തെങ്കിലും ഇഷ്യൂ ഫേസ് ചെയ്യുന്ന പോലെ തോന്നിക്കഴിഞ്ഞാൽ ഇൻഫോം ചെയ്യാം. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ ഇൻഫോം ചെയ്യാൻ ബുദ്ധിമുട്ടിൽ നമുക്ക് അലേർട്ട് എന്ന് പറഞ്ഞൊരു മെക്കാനിസം ഉണ്ട്. ഞാൻ പിന്നെ കാണിച്ചു തരാം. അലേർട്ടിലൂടെ നമുക്ക് ട്രിഗർ വരും. ഇമെയിൽ ട്രിഗറോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റി വേണമെങ്കിൽ അതൊക്കെ ട്രിഗർ ചെയ്യാനുള്ള ഓപ്ഷനാണ് അലേർട്ടിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് പ്രത്യേകിച്ച് നിങ്ങൾ കൺഫ്യൂഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് എന്തൊരു റിസോഴ്സ് ആണെങ്കിലും, ഞാനിപ്പോൾ കാണിച്ചത് നിങ്ങൾക്ക് VM ആണ്. സിമിലർലി ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ സ്റ്റോറേജ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഒരു വേറൊരു പർപ്പസിനാണ്, ജസ്റ്റ് ക്രിയേറ്റ് ചെയ്തേക്കാം ക്വിക്കായിട്ട്. അത് ആ മെട്രിക്കിന്റെ ഒരു അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ വേറൊരു റിസോഴ്സും കൂടെ ഞാൻ ക്രിയേറ്റ് ചെയ്യാം.
LRS. നെക്സ്റ്റ് മോണിറ്ററിങ്ങിന് ചാർജബിൾ മീൻസ് അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ യൂസ് ചെയ്യുന്ന റിസോഴ്സ് പോലെ ഇരിക്കും. അതായത് ഇപ്പൊ ഈ VM1 ഞാൻ ക്രിയേറ്റ് ചെയ്തു അല്ലെ, ക്രിയേറ്റ് ചെയ്തപ്പോൾ ബൈ ഡിഫോൾട്ട് എനിക്ക് എന്തുണ്ട് ഇവിടെ മെട്രിക് ഉണ്ട്. അതിന് നീ ഇപ്പൊ വന്ന് ജസ്റ്റ് നോക്കുന്നതിന് ഒരു ചാർജും ഇല്ല, ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. പക്ഷെ നീ ഇതിന്റെ കൂടെ കുറച്ച് ഡെക്കറേഷനും കൂടെ ചെയ്യുകയാണെങ്കിൽ എന്ത് വരും, ചാർജ് വരും. ഡെക്കറേഷൻ ഇൻ ദ സെൻസ്, ഇതിപ്പോ ഞാൻ നേരെ ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഡാഷ്ബോർഡിലേക്ക് അയച്ചു. അപ്പൊ ഡാഷ്ബോർഡിന് വളരെ ചെറിയൊരു ചാർജ് ഉണ്ട്, മനസ്സിലായോ? വളരെ ചെറിയ ചാർജ് ഉണ്ട്. നീ വെറുതെ ജസ്റ്റ് ഇപ്പൊ ഇങ്ങനെ ഇടയ്ക്ക് വന്ന് നോക്കുന്നതിനൊക്കെ ഒന്നും ഒരു ചാർജും വരുന്നില്ല. പക്ഷെ നീ അത് വെച്ചിട്ട് പല കാര്യങ്ങളും യൂസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, അതിന് ചെറിയ ചാർജ് വരും. ഫോർ എക്സാമ്പിൾ നിനക്ക് വേണമെങ്കിൽ കൊടുക്കാം. നമ്മൾ നേരത്തെ നീ പറഞ്ഞ കറക്റ്റ് ആണ്. എന്തായിരുന്നു, നമ്മൾ VMSS ചെയ്യുമ്പോൾ ഒരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു, എന്ത് 80% എബോ പോയി കഴിഞ്ഞാൽ അടുത്ത VM ക്രിയേറ്റ് ചെയ്യുന്ന പറഞ്ഞിട്ടുള്ള ഒരു സംഭവം. അതൊക്കെ സിമെട്രിക് ആയിട്ട് റിലേഷൻ ഉണ്ട് അതിനൊക്കെ. നീ പറഞ്ഞ കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ സിനാരിയോയിൽ VM-ന് 80% എബോ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊരു എന്തുപോലെ സെറ്റ് ചെയ്യാം, എനിക്കൊരു അലേർട്ട് വരണമെന്നുള്ള സെറ്റ് ചെയ്യാം. അപ്പൊ അലേർട്ടിന് എന്തുണ്ട്, ചാർജ് ഉണ്ട്, മനസ്സിലായോ? അങ്ങനെ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ ചാർജ് വരും. ലോജിക് കൊടുത്തിട്ട് നമുക്ക് ചെയ്യാം. അതായത് ഇത്ര പെർസെന്റേജിന്റെ അബോവ് CPU യൂട്ടിലൈസേഷൻ വരുമ്പോൾ എനിക്കൊരു അലേർട്ട് കിട്ടണം, അല്ലെങ്കിൽ ഈ ഗ്രൂപ്പ് ഓഫ് DL അല്ലെങ്കിൽ യൂസേഴ്സിന് എന്ത് കിട്ടണം, അലേർട്ട് കിട്ടണം എന്നുള്ള സിനാരിയോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അലേർട്ട് യൂസ് ചെയ്യാം, അതിന് ചാർജ് വരുന്നുണ്ട്. അപ്പൊ ഞാൻ സ്റ്റോറേജ് അക്കൗണ്ട് പറഞ്ഞ റിസോഴ്സ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, നമ്മൾ ഓൾറെഡി കണ്ടതാണ് ഈ സ്റ്റോറേജ് അക്കൗണ്ട് റിസോഴ്സ്. ഇവിടെ ഞാൻ വന്നു, ഇത് സ്റ്റോറേജ് അക്കൗണ്ട് ആണ്, ഇത് VM ആണ്. ഓക്കെ, ഇവിടെ വന്നു. ഇവിടെ വന്നു കഴിഞ്ഞാലും എന്ത് സെക്ഷൻ ഉണ്ട്, മോണിറ്ററിംഗ് സെക്ഷൻ ഉണ്ട്. മോണിറ്ററിംഗ് എന്ന് പറഞ്ഞാൽ കോമൺ ആണ്, എല്ലാ റിസോഴ്സിനും എന്തുണ്ട്, മെജോറിറ്റി റിസോഴ്സിനും എന്തുണ്ട്, മോണിറ്ററിംഗ് ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് കാണുന്നുണ്ട്, മെട്രിക് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി, എന്ത് റിസോഴ്സിനും മെട്രിക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ മോണിറ്ററിംഗിൽ ബൈ ഡിഫോൾട്ട് അവന്മാർ കൊടുക്കുന്നുണ്ട് എന്ന് മനസ്സിലായി. അപ്പൊ ഞാൻ VM-ൽ വന്നു, മെട്രിക്കിൽ വന്നു. ഇവിടെ ഞാൻ ജസ്റ്റ് ഫോർ എക്സാമ്പിൾ ഒരു മെട്രിക് സെർച്ച് ചെയ്യാണ്. ഓക്കെ, ഇവിടെ VM1 ആണ് സ്കോപ്പ്. ഇവിടെ കാണുന്നത് CPU ക്രെഡിറ്റ്, ഡാറ്റ ഡിസ്ക് എന്ന് പറഞ്ഞിട്ടുള്ള കുറെ കാണുന്നുണ്ട്. പിന്നെ ഇൻബൗണ്ട് നെറ്റ്വർക്ക് ഇൻ ടോട്ടൽ, OS ഡിസ്ക് എന്നൊക്കെ പറഞ്ഞ് കുറെ സാധനങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾ പറ, ആ സംഭവങ്ങൾ ഈ മെട്രിക് വാല്യൂ ഒക്കെ ഞാൻ ഇവിടെ വന്ന് എനിക്ക് കാണാൻ പറ്റുമോ? ഇല്ല. കാരണം റിസോഴ്സ് വേറെയാണ്, ഇതിന്റെ ബിഹേവിയർ വേറെ റിസോഴ്സ് ആണ്. അതാണ് മെട്രിക്കിനോട് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും കാണാൻ പറ്റുക, അതായത് ഈ സ്റ്റോറേജ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുടെ സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. സ്റ്റോറേജ് അക്കൗണ്ട് എന്തൊക്കെ സർവീസസ് ഉണ്ട് ഓർക്കുന്നില്ലേ? അതായത് ബ്ലോബ് ആണെങ്കിൽ ബ്ലോബ് സെലക്ട് ചെയ്യുക, അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറെ മെട്രിക് നിങ്ങൾക്ക് കാണാം, മനസ്സിലായോ? അതായത് എന്ത് സർവീസിനും അതിൻ്റെതായിട്ടുള്ള നേറ്റീവ് ആയിട്ടുള്ള എന്തുണ്ട്, കുറച്ച് മെട്രിക്സ് അവന്മാർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബ്ലോബിൽ പോയി കഴിഞ്ഞാൽ ബ്ലോബ് റിലേറ്റഡ് ആയിട്ടുള്ള ബ്ലോബിന്റെ അവൈലബിലിറ്റി എന്താണ്, എത്ര കപ്പാസിറ്റി ഉണ്ട്, ഇതിന് എത്ര സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ട്, അതൊക്കെ കാണാനുള്ള സംഭവങ്ങളാണ് ഇവിടുത്തെ മെട്രിക്സ് ഉണ്ടാവുക. ഓക്കെ, അത് മനസ്സിലാക്കുക, അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പം ഈ മെട്രിക് എന്ന് പറഞ്ഞാൽ ഇൻ ഷോർട്ട്, ഓരോ റിസോഴ്സിനും അതിൻ്റെതായ കുറെ യൂട്ടിലൈസേഷൻ അല്ലെങ്കിൽ അതിൻ്റെതായ കുറെ ബിഹേവിയർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ ബിഹേവിയർ മെൻഷൻ ചെയ്യുന്ന കുറെ ക്യാരക്ടറിക്സ് ആണ് ബേസിക്കലി മെട്രിക്സിൽ വരുന്നത്. മനസ്സിലായില്ലേ? ഓക്കെ, ഇവിടുത്തെ ഈ സാധനം നിങ്ങൾക്ക് വേണമെങ്കിൽ സെയിം ഇതിലേക്ക് തന്നെ ഡാഷ്ബോർഡിലേക്ക് ഇടാം. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഈ സ്റ്റോറേജ് അക്കൗണ്ട് വളരെ ക്രിറ്റിക്കൽ ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് അക്കൗണ്ട് ആണ്, ഇതിന്റെ കപ്പാസിറ്റി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണണം, അല്ലെങ്കിൽ ഇതിന്റെ വേറെ എന്തെങ്കിലും അവൈലബിലിറ്റി നിങ്ങൾക്ക് കാണണം, അങ്ങനെയൊക്കെ കുറെ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് നമുക്ക് ഇതിലേക്ക് തന്നെ അയച്ചിടാം, നമ്മുടെ ഇതേ ഡാഷ്ബോർഡിലേക്ക് ഇടാം. പക്ഷെ അല്ലെങ്കിൽ സെപ്പറേറ്റ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ അത് യൂട്ടിലൈസ് ചെയ്യാം. അതായത് ഒരു സിംഗിൾ ഡാഷ്ബോർഡ് തന്നെ മൾട്ടിപ്പിൾ മെട്രിക്കിന്റെ വ്യൂ നമുക്ക് എന്ത് ചെയ്യാം, പിൻ ചെയ്യാൻ പറ്റുമെന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പൊ ഇതാണ് മെട്രിക് വലിയ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുള്ള കേസൊന്നല്ല, നിങ്ങൾക്ക് ഈസി ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ.